താഴ്വര ഭാഗം 20. സൂര്യൻ ഉദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പർവ്വതത്തിന് പിന്നിലെ ആകാശത്ത് ഒരു മങ്ങിയ സ്വർണ്ണ നിറം വ്യാപിച്ചു തുടങ്ങി. വായു നിശ്ചലമായിരുന്നു. നിശബ്ദതയിൽ പൊതിഞ്ഞ താഴ്വര അതിന്റെ മങ്ങിയ നിഴലുകളിൽ നിന്ന് നോക്കി. പകലായി. ദായുവും കുടുംബവും കുമാരുവിൽ നിന്ന് പോകുന്ന ദിവസം. തലേ ദിവസം രാത്രി കെട്ടിവെച്ച വസ്തുക്കൾ വാതിലിനടുത്തിരുന്നു. പഴയ തുണിയിൽ പൊതിഞ്ഞ് കയറുകൾ കൊണ്ട് കെട്ടി. അടുക്കളയിലെ പാത്രങ്ങൾ അടുക്കി വെച്ച ഒരു ഭാരമുള്ള മരപ്പെട്ടി അവരുടെ അരികിലിരുന്നു. മറ്റൊരു പെട്ടിയിൽ ഒരിക്കൽ അവരുടെ ചുമരുകൾ അലങ്കരിച്ചിരുന്ന കരകൗശല വസ്തുക്കളും മറ്റു ചെറിയ സാധനങ്ങളും ഉണ്ടായിരുന്നു. സമീപത്തൊരു ചുരുട്ടിയ പായയും മടക്കി വെച്ച കിടക്കയും ഉണ്ടായിരുന്നു. അവരുടെ കൈവശമുള്ളതെല്ലാം അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന കുറച്ചു വസ്തുക്കളായി ചുരുട്ടിയതുപോലെ തോന്നി. ദായു വണ്ടിയുടെ അടുത്തു നിന്നു. അവന്റെ മുഖം ശൂന്യമായിരുന്നു. ക്ഷീണത്തിന്റെയും നിശബ്ദ ദുഃഖത്തിന്റെയും പാളികൾക്കിടയിൽ വികാരങ്ങൾ മൂടിക്കെട്ടി. അവന്റെ വിരലുകൾ ചെറുതായി വിറച്ചു. ആഷ്മിൻ വരാന്തയുടെ അരികിലിരുന്നു. അവന്റെ ദുർബലമായ ശരീരം തൂണിൽ ചാരി. അവന്റെ മുഖം നേർത്തതും ഇരുണ്ടതും ആഴത്തിൽ വരയുള്ളതുമായിരുന്നു. അവന്റെ കുഴിഞ്ഞ കണ്ണുകൾ അവസാനമായി ഒരിക്കൽ കൂടി വയലിലേക്ക് നോക്കി. ലാമി അവിടേക്ക് വന്നു. അവൾ നേരത്തെ തന്നെ ഉണർന്നിരുന്നു. അവൾ പതുക്കെ ചുവടുകൾ വെച്ചു നടന്നു. പക്ഷെ അവളുടെ മുഖം ശാന്തമായിരുന്നു. രാത്രിയിലെ നിശബ്ദമായ കരച്ചിൽ കാരണം ചുവന്നിരുന്നെങ്കിലും അവളുടെ കണ്ണുകൾക്ക് ശക്തിയുണ്ടായിരുന്നു. ലാമി മാന്യെ മന്ത്രിച്ചു. അവളെ കണ്ടപ്പോൾ അവളുടെ ശബ്ദമിടറി. ദായു കെട്ടുകളെല്ലാം എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ തുടങ്ങി. ഒരു വാക്കുപോലും പറയാതെ ലാമി മുന്നോട്ട് വന്ന് അവനെ സഹായിക്കാൻ കുനിഞ്ഞു. അവൾ ഭാരമേറിയ പെട്ടി പിടിച്ചു വണ്ടിയിൽ വെച്ചു. അവളുടെ നിശബ്ദതയിൽ അവൾക്ക് നിലവിളിക്കാൻ തോന്നിയതെല്ലാം ഉണ്ടായിരുന്നു. അവസാന കെട്ടും കെട്ടാൻ അവൾ സഹായിച്ചു. ദായുവിന്റെ കണ്ണുകൾ അവളിൽ തന്നെ തുടർന്നു. എന്തോ ഒന്ന് അവളുടെ മുഖത്ത് തിരഞ്ഞു. ഒരു വികാരത്തിനോ ഒരു സന്ദേശത്തിനോ എന്തിനോ. പക്ഷെ ലാമി ഒരിക്കലും അവനെ നേരിട്ട് നോക്കിയില്ല. അഷ്മിൻ അവരെ നിരീക്ഷിച്ചു. ചുളിവുകൾ വീണ മുഖത്തിലൂടെ ഒരു മൃദുവായ കാറ്റു കടന്നുപോയി. ഒരു നിമിഷം അയാൾ കണ്ണുകൾ അടച്ചു. അവർ പോകുന്നത് കാണാൻ ആരും വന്നില്ല. അയൽക്കാരില്ല, പരിചിത മുഖങ്ങളില്ല. കുമാരുവിൽ ഇപ്പോൾ ഇത് അപൂർവ കാഴ്ചയായിരുന്നില്ല. എല്ലാം തയ്യാറായി. വണ്ടി നിറഞ്ഞു. എല്ലാം മുറുകെ കെട്ടിയിരുന്നു. ഒഴിഞ്ഞുകിടന്നിരുന്ന വീട് ഒരു പൊള്ളയായ പുറംതോട് പോലെ പിന്നിൽ തന്നെ തുടർന്നു. ദായു നിശ്ചലനായി നിന്ന് ലാമിയെ നോക്കി. ലാമി, അവൻ പതിയെ വിളിച്ചു. അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ അവസാനമായി നിന്നോട് ചോദിക്കുവാണ്, നീ ഞങ്ങളുടെ ഒപ്പം വരുമോ? അഷ്മിനും മാനിയും അവളുടെ നേരെ കണ്ണുകൾ തിരിച്ചു. അവരുടെ ക്ഷീണിച്ച മുഖങ്ങൾ പ്രതീക്ഷയോടെ പ്രകാശിച്ചു. ലാമി ശ്വാസം അടക്കി പിടിച്ചു. അവളുടെ ചുണ്ടുകൾ വിറച്ചു. അവൾ ദായുവിനെ നോക്കി. പിന്നെ ആഷ്മിനെയും മാനിയെയും നോക്കി. അവളുടെ കണ്ണുകൾ മങ്ങി. വേദനാജനകമായ മൃദുവായ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ മുന്നോട്ട് നീങ്ങി ദായുവിനെ കെട്ടിപ്പിടിച്ചു. അവൻ അനങ്ങിയില്ല. അവന്റെ കൈകൾ അവന്റെ അരികിൽ തന്നെ തുടർന്നു. അവന്റെ ശ്വാസം മാത്രം മാറി. ആഴമേറിയതും ഭാരമേറിയതും. എല്ലാ ആഴ്ചയും വരാൻ മറക്കരുത്, ലാമി അവന്റെ കാതിൽ മന്ത്രിച്ചു. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അവളുടെ കണ്ണുനീർ പുറത്തു വരുന്നതിനു മുമ്പ് അവൾ വേഗത്തിൽ പിന്നിലേക്ക് മാറി. അവൾ വേഗത്തിൽ കണ്ണു ചിമ്മി തിരിഞ്ഞു നോക്കി. മാന്യ നിശബ്ദയായി നിന്നു. നെഞ്ചിനുള്ളിൽ വളരുന്ന കരച്ചിൽ മറച്ചു. അഷ്മിനൊന്നും പറഞ്ഞില്ല. അവന്റെ മുഖം മാറിയില്ല. പക്ഷെ അവന്റെ കണ്ണുകളിൽ സങ്കടം തങ്ങി നിന്നു. ദായു വാക്കുകളില്ലാതെ തിരിഞ്ഞു. അവൻ വണ്ടിയുടെ മുന്നിലേക്ക് നടന്നു. അവൻ വണ്ടി പതിയെ വലിക്കാൻ തുടങ്ങി. അതിന്റെ ചക്രങ്ങൾ ചെറിയ ഞരക്കത്തോടെ ഉരുണ്ടു. കുന്നിൻ ചെരുവ് വരെ ഞാൻ നിങ്ങളോടൊപ്പം വരാം, ലാമി പറഞ്ഞു. അവൾ വണ്ടിയുടെ അരികിലേക്ക് ചുവടുവെച്ചു. അഷ്മിൻ താങ്ങായി തന്റെ വടി ഉപയോഗിച്ച് വണ്ടിയുടെ അരികിലേക്ക് നടന്നു. അവന്റെ ചുവടുകൾ സാവധാനത്തിലായിരുന്നു. മാനി അവന്റെ ഒപ്പം നടന്നു. ലാമി വണ്ടിയുടെ പിന്നിൽ നിന്നും തള്ളി. ഒരുമിച്ച് വണ്ടി മുറ്റത്തു നിന്നും ഉരുണ്ടു കയറി. അവർ മുറ്റം കടക്കുമ്പോൾ മാനി പെട്ടെന്ന് നിന്നു. അവൾ തിരിഞ്ഞു. അവൾ വളരെ നേരം വീടിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദുർബലമായ ഒരു തിരമാല പോലെ ആഷ്മിൻ കൈ പതുക്കെ ഉയർത്തി വിട പറഞ്ഞു. പിന്നെ അവർ തിരിഞ്ഞ് മുന്നോട്ട് നടന്നു. അവർ വരണ്ട വയലിന്റെ ഒരു ഭാഗം കടന്നുപോയി. രാവിലെ തന്നെ ചൂടുള്ള കാറ്റ് വീശി. സൂര്യൻ മുകളിലേക്ക് യാത്ര തുടങ്ങിയിരുന്നു. അവരുടെ ചുറ്റുമുള്ള താഴ്വര നിശബ്ദമായിരുന്നു. ഉണങ്ങിയ കുറ്റിച്ചെടികൾ വശത്തേക്ക് ചാഞ്ഞു. അവർ വയലുകൾ കടന്നപ്പോൾ മാനിയെ തലതിരിച്ചു നോക്കി. അവളുടെ കണ്ണുകൾ അപ്പോഴും കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരുന്നു. വിത്തുകൾ നടുകയും കളകൾ പറിച്ചെടുക്കുകയും വിളവെടുപ്പ് സമയത്ത് പാട്ടുകൾ പാടുകയും ചെയ്തുകൊണ്ട് അവൾ തന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെയാണ് ചൊരിഞ്ഞത്. ഇവിടെ അവൾ ചിരിച്ചു. അവളുടെ ലോകം കെട്ടിപ്പടുത്തു. ഇപ്പോൾ അതെല്ലാം എന്നേക്കുമായി ചുരുട്ടി സൂക്ഷിക്കാൻ തയ്യാറായ ഒരു ചിത്രം പോലെ നിന്നു. അവളുടെ വീട് കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായി. നിരപ്പില്ലാത്ത വരണ്ട വഴിയിലൂടെ വണ്ടി ആടിയുലഞ്ഞു നീങ്ങി.
വണ്ടിയുടെ ഉലച്ചിലിനൊപ്പം അതിലുണ്ടായിരുന്ന സാധനങ്ങളും ആടിയുലഞ്ഞു. ചെറിയ കയറ്റങ്ങൾ കയറി വളവുകൾ തിരിഞ്ഞ് അവർ അവസാനത്തെ സ്ഥലത്തെത്തി. പാത താഴേക്ക് ചരിഞ്ഞ് താഴ്വരയിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്ന സ്ഥലം. ഇവിടെ ലാമി വണ്ടിയുമായി വേർപിരിയേണ്ടി വന്നു. ഇവിടെ കേദരിയിലേക്കുള്ള യാത്ര ശരിക്കും ആരംഭിച്ചു. ദായു നിന്നു. അവൻ തിരിഞ്ഞ് ലാമിയെ നോക്കി. അവളുടെ മുഖം നിശ്ചലമായിരുന്നു. അവൾ ശാന്തമായി വണ്ടിയുടെ പിൻഭാഗത്ത് പിടിച്ചു നിന്നു. ഞാൻ വേഗം നിന്റെ അടുത്തേക്ക് വരും, ദായു മൃദുവായി പറഞ്ഞു. ആശ്മിൻ ഒരിക്കൽ അവളുടെ നേരെ തിരിഞ്ഞു. ഒരു ഭാവഭേദവുമില്ല, ഒരു സ്ഥിരമായ നോട്ടം മാത്രം. കരഞ്ഞുകൊണ്ട് മാനി ലാമിയുടെ കൈ പിടിച്ചു, മുറുകെ പിടിച്ചു. അവളുടെ കൈ വിറച്ചു. എനിക്ക് നിന്നെ നഷ്ടമാകുവാണോ കുഞ്ഞെ? അവൾ മന്ത്രിച്ചു. നിന്നെ എങ്ങനെ ഇവിടെ വിട്ടുപോകുമെന്ന് എനിക്കറിയില്ല. ലാമി മിണ്ടിയില്ല. അവൾ പുഞ്ചിരിച്ചു. അവളുടെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന അതേ പുഞ്ചിരി. ദായു വീണ്ടും വണ്ടി വലിച്ചു. ആശ്മിൻ അരികിൽ നടന്നു. മാനി ലാമിയുടെ കൈ പിടിച്ച് മരവിച്ചു നിന്നു. പിന്നെ അവൾ കണ്ണുനീർ തുടച്ചു. ലാമിയുടെ കൈ പതിയെ വിട്ട് തിരിഞ്ഞു. അവർ ചരിവിലൂടെ നടക്കുമ്പോൾ മാനി അവസാനമായി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ലാമി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കൈകൾ അവളുടെ മുന്നിൽ കെട്ടി. ദുഃഖത്താൽ ഒരു പ്രതിമ പോലെ അവളുടെ രൂപം അനങ്ങാതെ നിന്നു. ഒരൊറ്റ വളവോടെ അവർ അവളുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി. ലാമിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പടർന്നു. മരവിപ്പ് പൊട്ടി. നെഞ്ചിലൂടെ ഒരു കൊടുങ്കാറ്റ് വീശി. അവൾ മുട്ടുകുത്തി വീണു. അവളുടെ കൈകൾ ഭൂമിയെ പിടിച്ചു. അവളുടെ കാലുകളിൽ ഒരു തണുപ്പ് പടർന്നു. അവളുടെ ശ്വാസം കനത്തു. അവളുടെ ഹൃദയം മുമ്പെങ്ങുമില്ലാത്ത വിധം പിടിച്ചു. അവളുടെ ശക്തിയുടെ അവസാനവും അവളുടെ ശരീരത്തിൽ നിന്ന് പോയി. കണ്ണുനീർ ഒരു പ്രളയം പോലെ ഒഴുകി. ദിവസങ്ങളോളം അവൾ തടഞ്ഞു വെച്ച കരച്ചിൽ ഒരു നിലവിളിയോടെ പുറത്തു വന്നു. അത് താഴ്വരയിൽ പ്രതിധ്വനിച്ചു. പക്ഷെ അത് കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കാറ്റുപോലും പ്രതികരിച്ചില്ല. സൂര്യൻ ഇപ്പോൾ പർവ്വതത്തിന് പിന്നിൽ പൂർണ്ണമായും ഉദിച്ചു. അതോടൊപ്പം താഴ്വരയെ വീണ്ടും കത്തിക്കാൻ തയ്യാറായി കരുണയില്ലാത്തതും മൂർച്ചയുള്ളതുമായ ചൂട് വന്നു. ലാമി നിലത്ത് മുട്ടുകുത്തി നിന്നു. തന്നിൽ നിന്നെല്ലാം തട്ടിയെടുത്ത് ഭൂമിയുടെ പൊടിയിലേക്ക് വീണു കരഞ്ഞു. അവൾ ഒറ്റയ്ക്കായിരിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി ശരിക്കും ഒറ്റയ്ക്കായിരിക്കുന്നു. അവളുടെ മുന്നിലുള്ള പാത ഇപ്പോൾ നിശബ്ദമായിരുന്നു. കാലടികളില്ല, വണ്ടിച്ചക്രങ്ങളുടെ ശബ്ദമില്ല, നിശബ്ദത മാത്രം. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. നെഞ്ചു വേദനിക്കുന്നതുവരെ അവൾ കരഞ്ഞു. അനിയന്ത്രിതമായി പൊട്ടിപ്പുറപ്പെട്ട കരച്ചിൽ അവളുടെ തൊണ്ട പൊള്ളിച്ചു. വീഴ്ചയിൽ അവളുടെ കാൽമുട്ടുകൾ പൊട്ടി. നിരാശയോടെ അവൾ പിടിച്ചിരുന്ന വരണ്ട മണ്ണിൽ നിന്ന് അവളുടെ കൈപ്പത്തികൾ പൊടിപിടിച്ചിരുന്നു. അവളുടെ കരച്ചിൽ ദുർബലവും ശബ്ദമില്ലാത്തതുമായ കരച്ചിലായി മാറി. അവളുടെ ഇരുണ്ടുപോയ മനസ്സിൽ ശക്തമായ ഒരു തിരിച്ചറിവ് നിഴലിച്ചു. അവർ പോയി. അവളുടെ അസ്ഥികളിലേക്ക് ഒരു മങ്ങിയ ശൂന്യത തുളച്ചു കയറി. പതിയെ അസ്ഥിരമായ കൈകളോടെ അവൾ മുഖം തുടച്ച് പാതയിലെ വളവിലേക്ക് നോക്കി. എന്തെങ്കിലും അടയാളം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ പൊടിപടലങ്ങൾ നിറഞ്ഞ ദൂരേക്ക് അവളുടെ കണ്ണുകൾ തിരഞ്ഞു. അവരുടെ ഒരു നിഴൽ, ഒരു ചലനം, ഒരു ചക്രത്തിന്റെ അടയാളം, ഒരു ശബ്ദം. അവർ തിരിച്ചു വന്നാലോ? അവൾ ദീർഘനേരം അനങ്ങാതെ നോക്കി നിന്നു. അവളുടെ ഹൃദയം ഒരത്ഭുതത്തിനായി യാചിച്ചു. അവർ ഇപ്പോൾ പിന്തിരിഞ്ഞാലോ? അവർ താഴ്വരയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചാലോ? അശ്മിൻ തിരിച്ചു വരാൻ അപേക്ഷിക്കുന്നതും താഴ്വരയിൽ നിന്ന് പോകാൻ കഴിയില്ലെന്ന് മാന്യ പറയുന്നതും വണ്ടി തിരിക്കുന്നതും അവൾ സങ്കല്പിച്ചു. പക്ഷേ അവ നിരാശാജനകമായ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു. അവൾക്കതറിയാമായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തിരിച്ചു വരില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നിട്ടും അവൾ അതിനായി ആഗ്രഹിച്ചു. വളരെ നേരം കഴിഞ്ഞ് അവൾ പതിയെ എഴുന്നേറ്റു. വസ്ത്രങ്ങളിലെ പൊടി തുടച്ചു. അവൾ നെടുവീർപ്പിട്ടു. അവളുടെ ശരീരം വേദനിച്ചു. അവളുടെ മനസ്സ് തകർന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും പാതയിൽ തന്നെ തുടർന്നു. അവസാനമായി ഒരു നോട്ടം. ഒന്നുമില്ല. അവർ ശരിക്കും പോയി. അവൾ തിരിഞ്ഞു. താഴ്വരയിലേക്ക് തിരികെ നടക്കുമ്പോൾ അവളുടെ ചുവടുകൾ മന്ദഗതിയിലായിരുന്നു. ഓരോ ചുവടും ഭാരമുള്ളതായി തോന്നി. തിരികെ പോയി ഇനി എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. താഴ്വരയിൽ അവളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവളുടെ വീട് ഇപ്പോഴും അവിടെയുണ്ട്. അമ്മയുടെ കുഴിമാടം അവിടെയുണ്ട്. വരണ്ട വയലും ഉണങ്ങിയ മരങ്ങളും അവിടെയുണ്ട്. പക്ഷെ സംസാരിക്കാൻ ആരുമില്ല. പ്രതീക്ഷിക്കാൻ കാലടികളൊന്നുമില്ല. ഒരാഘോഷം കഴിഞ്ഞ മണ്ണിലേക്ക് അവസാന ദിവസത്തിന് ശേഷം തിരിച്ചെത്തുന്നത് പോലെയായിരുന്നു അത്. കീറിയതും മങ്ങിയതും ഉപേക്ഷിക്കപ്പെട്ടതുമായ വസ്തുക്കൾ നിറഞ്ഞ നിശബ്ദമായ ഭൂമി. അവൾ നടക്കുമ്പോൾ വരണ്ട പാടം ദൂരെ നിന്ന് വീണ്ടും ദൃശ്യമായി. കാറ്റ് ചൂടുള്ളതായിരുന്നു. സൂര്യൻ ഇപ്പോൾ മുകളിലായി നിന്നു. അവളുടെ വസ്ത്രത്തിൽ വിയർപ്പ് പറ്റി പിടിച്ചിരുന്നു. അവൾ നടക്കുമ്പോൾ ഉണങ്ങിയ പുല്ല് അവളുടെ കണങ്കാലിൽ ഉരഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഉണങ്ങാൻ വിസമ്മതിക്കുന്ന ഒരു ചെറിയ അരുവ് പോലെ
കണ്ണുനീർ നിശബ്ദമായി ഒഴുകി. അവളുടെ ഉള്ളിലൊരു ഭയം നിറഞ്ഞു. ഇനി വരാനിരിക്കുന്ന നിശബ്ദമായ രാത്രികളെക്കുറിച്ചോർത്തല്ല, മറിച്ച് ഏകാന്തമായ കത്തുന്ന സൂര്യപ്രകാശമുള്ള ഒന്നും മുളയ്ക്കാനില്ലാത്ത വിശാലമായ പകലുകളെക്കുറിച്ചോർത്ത്. സംഭാഷണങ്ങളില്ല, പങ്കിടാൻ ജോലികളൊന്നുമില്ല, ചുറ്റും ശബ്ദങ്ങളില്ല, ഒഴിഞ്ഞ വയലിന്റെ നിശബ്ദതയും അവളുടെ ചിന്തകളും മാത്രം. ഒടുവിലവൾ ദായുവിന്റെ വീടിന് മുന്നിലെത്തി. മരവേലിക്കരികിൽ നിന്നു. അവളുടെ കണ്ണുകൾ അടച്ചിട്ട വാതിലിൽ ഉറച്ചു നിന്നു. ജനാലകൾ അടച്ചിരുന്നു. വരാന്ത ശൂന്യമായിരുന്നു. ഒരിക്കൽ ജീവിതം, ചിരി, കാൽപ്പാടുകൾ, ശബ്ദങ്ങൾ എന്നിവ നിറഞ്ഞു നിന്ന വീട് ഇപ്പോൾ നിശ്ചലമായി. ദുഃഖത്തിന്റെ ഒരു തിരമാല അവളുടെ നെഞ്ചിൽ തട്ടി. അവൾ വേലിയിൽ മുറുകെ പിടിച്ചു. കണ്ണുനീർ വീണ്ടും ഒഴുകി. അവയെ തടയാൻ അവൾ ശ്രമിച്ചില്ല. വാതിൽ തുറക്കാനും അകത്തേക്ക് നടക്കാനും മാനയുടെ അരികിലിരിക്കാനും അശ്മിന്റെ പേര് വിളിക്കാനും ദായു എന്തെങ്കിലും ശരിയാക്കുന്നത് കാണാനും അവൾ ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ പിന്നോട്ടു മാറി. അവളുടെ ഹൃദയം അവളെ അകത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. ആ വീടിപ്പോൾ ഒരു കവചം പോലെയായിരുന്നു. അതിന്റെ ആത്മാവ് പോയി. അവൾ തിരിഞ്ഞു. തന്റെ വസ്ത്രത്തിന്റെ അരികിൽ കണ്ണുനീർ തുടച്ചു. പതിയെ വീട്ടിലേക്ക് നടന്നു. വീടിന് മുറ്റത്തെത്തിയ അവൾ തടിവീപ്പയിൽ നിന്നും വെള്ളമെടുത്ത് മുഖം കഴുകി. അവളുടെ താടിയിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങി. പക്ഷെ വെള്ളത്തിന് അവളുടെ മുഖത്തെ സങ്കടം കഴുകിക്കളയാൻ കഴിഞ്ഞില്ല. അവൾക്ക് മരവിപ്പ് തോന്നി. അവൾ വരാന്തയിലേക്ക് കയറി. തറയിൽ വീണുകിടന്നു. വെയിലിൽ നിന്ന് തറ ചൂടായിരുന്നു. മരപ്പലകകൾ അവളുടെ ചർമ്മത്തിൽ ചൂടേൽപ്പിച്ചു. അവൾക്കൊരു പ്രത്യേക ആശ്വാസം നൽകി. അവിടെ തന്നെ കിടന്നു. അവൾ അകത്തേക്ക് കയറിയില്ല. വിശപ്പ് അവൾ മറന്നിരുന്നു. മണിക്കൂറുകളോളം അവൾ അവിടെ തന്നെ കിടന്നു. ഇടയ്ക്കിടെ മൃദുവായ കാറ്റ് അവളുടെ മുടിയിഴകളിൽ അടിച്ചു. അവളുടെ മനസ്സ് ദായുവിലേക്കും കുടുംബത്തിലേക്കും സഞ്ചരിച്ചു. അവർ ഇപ്പോൾ കേദിരിയിലെത്തിയിരിക്കണം. വണ്ടി വലിച്ച് ദായു ക്ഷീണിച്ചിട്ടുണ്ടാകുമോ? അശ്മിൻ അത്രയും ദൂരം ബുദ്ധിമുട്ടില്ലാതെ നടന്നോ? ദായു വിവരിച്ച ചെറിയ വീടിനോട് പൊരുത്തപ്പെടാൻ മാനിക്ക് ബുദ്ധിമുട്ട് തോന്നിയോ? അവളുടെ നെഞ്ച് വീണ്ടും ഇടുങ്ങി. ഞാൻ അവരോടൊപ്പം പോകേണ്ടതായിരുന്നു. അവളുടെ മനസ്സ് മന്ത്രിച്ചു. ആ വീട് വൃത്തിയാക്കാൻ മാനിയെ സഹായിക്കാമായിരുന്നു. നടന്ന് ക്ഷീണിക്കുമ്പോൾ ആശ്മിന് വെള്ളം കൊടുക്കാമായിരുന്നു. എപ്പോൾ വിശ്രമിക്കണമെന്ന് ദായുവിനോട് പറയാമായിരുന്നു. എനിക്ക് അവരോടൊപ്പം പോകാമായിരുന്നു. കൂടുതൽ കണ്ണുനീരൊഴുകി. അവളുടെ പശ്ചാത്താപത്തിന്റെ ഭാരം അതവളുടെ നെഞ്ചിലമർന്നു. അപ്പോൾ അവളുടെ ചിന്തകൾ വീണ്ടും മാറി. ഇല്ല, അവൾ സ്വയം പറഞ്ഞു, ഇതാണ് എന്റെ വീട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകണം. എനിക്ക് പോകാൻ കഴിയില്ല. അവൾ വസ്ത്രത്തിന്റെ അരികിൽ മുറുകെ പിടിച്ചു. പതിയെ എഴുന്നേറ്റു. സൂര്യൻ ഇപ്പോഴും കത്തി നിൽക്കുന്നു. അവൾ തലതിരിച്ച് വയലിന് കുറുകെ നോക്കി. ദായുവിന്റെ വീട് ഇപ്പോഴും ശൂന്യമാണ്. അതിന്റെ ചുവരുകൾ ചൂടിൽ തിളങ്ങുന്നു. പക്ഷെ അതിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് മിന്നി. അവൾ വീട് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. വീട്ടിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നു. അവളുടെ ഹൃദയമിടിച്ചു. വീട്ടിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വന്നു. ദത്തേയു. അവൾ കണ്ണുകൾ അടച്ചു. അവളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. അവൾ നിന്നു. ദത്തേയു പുറത്തേക്കിറങ്ങി. തിരിഞ്ഞ് വീടിന്റെ വാതിൽ പൂട്ടി. പിന്നെ അവൻ കന്നുകാലി തൊഴുത്തിലേക്ക് പോയി. അകത്തേക്ക് നോക്കി. തൊഴുത്തും പിന്നെ മുറ്റവും പരിശോധിച്ചു. ശാന്തമായി, ആത്മവിശ്വാസത്തോടെ എല്ലാം പരിശോധിച്ചു. പിന്നെ അവൻ വയലിന്റെ അരികിലേക്ക് നടന്നു. ചുറ്റും നോക്കി. അതിരുകൾ പരിശോധിച്ചു. അശ്മിന്റെ വയൽ, ധാർമിന്റെ വയലിനോട് ചേർന്ന് കിടന്നവ എല്ലാം ഒന്നായി ചേർന്ന് ഇപ്പോൾ ദത്തേയുവിൻ്റെതായിരിക്കുന്നു. ദത്തേയു പുഞ്ചിരിച്ചു. അവൻ സംതൃപ്തനായി കാണപ്പെട്ടു. ലാമിയുടെ മുഖം വലിഞ്ഞു മുറുകി. അവളുടെ കൈകൾ വേലിയിൽ പിടിച്ചു. അവളുടെ ശ്വാസം കനത്തു. ആ പുഞ്ചിരിയെ അവൾ വെറുത്തു. അയാൾക്ക് എങ്ങനെ ഇങ്ങനെ പുഞ്ചിരിക്കാൻ കഴിയുന്നു? നിസ്സഹായരെ ഇരയാക്കുന്നവൻ, വേട്ടയാടി മറ്റുള്ളവരുടെ ഭൂമി ശേഖരിച്ചവൻ. ലാമിയുടെ ഉള്ളിൽ ഒരു എരിവനുഭവപ്പെട്ടു. കോപം, വെറുപ്പ്. അവൻ തന്നെ കാണരുതെന്ന് അവൾ ആഗ്രഹിച്ചു. അവൾ വേലിക്കരികിലേക്ക് ഒഴിഞ്ഞു നിന്നു. പിന്നെ തിരിഞ്ഞ് തന്റെ വീട്ടിലേക്ക് നടന്നു. എന്നിട്ടും അവൾ അകത്ത് കയറിയില്ല. അവൾ വീണ്ടും വരാന്തയിൽ തന്നെ ഇരുന്നു. കാലുകൾ ഒരു വശത്തേക്ക് മടക്കി. അവളുടെ മുഖം ചൂടിലേക്ക് ഉറ്റുനോക്കി. അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ കത്തിയേരിയുന്ന ചൂടിലും അവൾ വെള്ളം കുടിച്ചിട്ടില്ല. ഉള്ളിലെ ദേഷ്യവും സങ്കടവും വിശപ്പിനേക്കാൾ ഭാരമുള്ളതായിരുന്നു. അവളുടെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നു. അമ്മയുടെ കുഴിമാടം. അവൾക്കവിടെ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ അരികിലിരിക്കുക, സംസാരിക്കുക, കരയുക. പക്ഷേ എന്തോ ഒന്ന് അവളെ തടഞ്ഞു. ഇല്ല, ജീവിതം ഇവിടെ തിരിച്ചെത്തുമ്പോൾ മാത്രമേ ഞാൻ പോകൂ. അവൾ നിശബ്ദതയിൽ അവിടെ തന്നെ ഇരുന്നു. അവളുടെ കണ്ണുകൾ ഒഴിഞ്ഞു. അവളുടെ കൈകൾ തളർന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. വെയിലിന് ചൂട് കുറഞ്ഞു തുടങ്ങി. നിഴലുകൾ പതുക്കെ നീണ്ടു.
പക്ഷെ അവളുടെ ഹൃദയത്തിലെ വേദന മാറിയില്ല. സമയം കടന്നുപോയത് അവൾ അറിഞ്ഞില്ല. അവൾ എഴുന്നേറ്റു. അവളുടെ കാലുകൾ തനിയെ ചലിച്ചു. അവൾക്കൊരു ലക്ഷ്യസ്ഥാനമില്ലായിരുന്നു. അവൾ വയലിലേക്ക് നടന്നു. കാറ്റ് നിശ്ചലമായിരുന്നു. അവളുടെ കണ്ണുകൾ വിശാലമായ ഭൂമിയെ തിരഞ്ഞു. എല്ലാത്തിനും നടുവിൽ അവൾ നിന്നു. ഇത് ധാർമിന്റെ വയലായിരുന്നു. അത് സമിതോറിന്റെയും അത് അഷ്മിന്റെയും. എന്നാൽ ഇപ്പോൾ അവയെല്ലാം ഒരു വയലായിരുന്നു. എല്ലാം ദത്തേയുവിന്റെ. അവൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. അവൾ പലപ്പോഴും കടന്നുപോകാത്ത വഴികളിലൂടെ അവൾക്ക് താഴ്വരയിലെ ഏറെക്കുറെ അപരിചിതമായ ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. ആ ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം വളരെക്കാലം മുൻപ് തന്നെ താഴ്വര വിട്ടിരുന്നു. നിരവധി വയലുകളും വരണ്ട വീലുകളും പഴയ നടപ്പാതകളും കടന്നപ്പോൾ അവൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വയൽ അവൾ കണ്ടു. താഴ്വരയുടെ ഈ ഭാഗത്തേക്ക് അവൾ വന്നിട്ടേറെക്കാലമായിരുന്നു. ഇതാരുടെ വയലായിരുന്നു? അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവൾ ചുറ്റും നോക്കി. ശൂന്യത മാത്രം. സൂര്യനിപ്പോൾ ഭൂമിയിൽ ഒരു സ്വർണ്ണനിഴൽ വീഴ്ത്തി അസ്തമിക്കാൻ തയ്യാറായിരിക്കുന്നു. ദൂരെ ഒരു ചലനം അവൾ ശ്രദ്ധിച്ചു. വയലിന്റെ അരികിൽ ആരോ ഇരിക്കുന്നു. സമീപത്തൊരു ചെറിയ വീടുണ്ടായിരുന്നു. പുറത്ത് കളിമൺ കലങ്ങൾ. വാതിൽ തുറന്നിരുന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവിടെ ആരാണ് താമസിച്ചിരുന്നത്? അത് കെസാരുവിന്റെ വീടാണോ അതോ നരൂവയുടെ മകന്റെ വീടോ? അവൾക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിലെന്തോ ഒരു സമാധാനമുണ്ടായിരുന്നു. മറ്റൊരാളുടെ സാന്നിധ്യം. തുറന്ന വാതിൽ, കളിമൺ കലങ്ങൾ. അവളുടെ കണ്ണുകൾ പാടത്തിന്റെ അരികിലിരിക്കുന്ന രൂപത്തിലേക്ക് പതിഞ്ഞു. അവൾ പതിയെ അവിടേക്ക് ചുവടുവെച്ചു. അവളുടെ ഹൃദയത്തിൽ ഒരു വിചിത്രമായ മൃദുത്വം അനുഭവപ്പെട്ടു. ആ ദിവസം ആദ്യമായി അവൾ ദായുവിനെയോ മാനിയെയോ അശ്മിനെയോ കുറിച്ച് ചിന്തിച്ചില്ല. സ്വന്തം കണ്ണീരിനെയോ ഉള്ളിലെ ശൂന്യതയോ കുറിച്ച് ചിന്തിച്ചില്ല. അവൾ വെറുതെ നടക്കുകയായിരുന്നു. താഴ്വരയിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ജീവനുകളിൽ ഒന്നിലേക്ക്, ജീവിതത്തിന്റെ ഒരു മന്ത്രണത്തിലേക്ക്.